ലേഡീസ് ബാൻഡിനി അതിഥിയിലേക്കാണ് പോകുന്നത്. DNA എന്ന സിനിമ നമുക്കറിയാം മികച്ച പ്രേക്ഷക പ്രതികരണവുമായി മുന്നേറുകയാണ് തിയേറ്ററുകളിൽ. ഈ സിനിമയിൽ അഭിനയിച്ച നായിക സജന നൂറാണ് നമുക്കൊപ്പം ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായത്. സജന, സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. താങ്ക് യു സോ മച്ച്. സജന, തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ DNA മികച്ച പ്രേക്ഷക പ്രതികരണവുമായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ സജനയ്ക്ക് കഴിഞ്ഞു. അതിന്റെ വിശേഷങ്ങളിലേക്ക് ആദ്യം വരാം. ഒപ്പം സജനയുടെ കഥാപാത്രത്തെ പറ്റി. ഓക്കെ, DNA ആക്ച്വലി ഞാൻ ചെയ്യുന്നത് വലിയ കഥാപാത്രമൊന്നുമായിട്ട് പ്രത്യേകം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എല്ലാവരും കുറേ വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. TS സുരേഷ് ബാബു സാറിന് കുറേ ബ്രേക്കിന് ശേഷം വരുന്നൊരു മൂവിയാണ്. അതിനകത്തൊരു ഭാഗമായത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പം സാറിൻ്റെ അടുത്ത മൂവി IPSലാണ് ഞാൻ ലീഡ് ചെയ്യുന്നത്. അപ്പം സാർ പറഞ്ഞു ഇതിനകത്തൊരു നമുക്ക് എല്ലാവരും കൂടെ ഉള്ളൊരു ഗ്രൂപ്പ് ഓഫ് ഒരു ടീം വർക്ക് ആയിരിക്കണം ഇതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. മമ്മൂക്കയുടെ സിസ്റ്ററിൻ്റെ മോനാണ് അഷ്കർ സൗദാൻ, ഹന്ന, അതേപോലെ തന്നെ നമ്മളുടെ ബാഹുവാൻറ്റിനി സർ, അങ്ങനെ കുറേ പത്മരാജ്, അങ്ങനെ കുറേ വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. കുറേ പേരെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഒത്തിരി ലിസ്റ്റുകളുണ്ട്. അപ്പം അങ്ങനെയാണ് നല്ല രീതിയിൽ ഇപ്പം തിയേറ്ററുകളിൽ നല്ല റിസൾട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈം ത്രില്ലറാണ്. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമാണ്. എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ TS സുരേഷ് ബാബു എന്ന സംവിധായകനെ മലയാളിക്ക് ഓർക്കാൻ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരൊറ്റ സിനിമ മാത്രം മതി. എന്നും അത് ഏത് കാലമായിക്കോട്ടെ, ഏത് ജനറേഷൻ ആയിക്കോട്ടെ, എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് കോട്ടയം കുഞ്ഞച്ചൻ. അദ്ദേഹത്തിന്റെ പേരിൽ എന്നും അറിയപ്പെടുന്ന ഒരു സിനിമ. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഒരു DNA-യുമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ടാകുമല്ലേ? അതിലേക്ക്, ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു സജനയ്ക്ക് വിളി വന്നത്? എന്റെ ഓൾറെഡി ഫിറോസിക്ക ആണ് കണക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. TS സുരേഷ് ബാബു സാറായിട്ട് നല്ല കണക്ഷനാണ് ഇവര്. അങ്ങനെയാണ് ഞങ്ങൾ ഈ IPS എന്ന് പറഞ്ഞ ഈ മൂവി ആദ്യമം DNA അല്ലായിരുന്നു പ്ലാനിങ്, IPSലായിരുന്നു. IPS വന്ന് അതിന്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് DNA വരുന്നതും ഫസ്റ്റ് പിന്നെ DNA തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ വന്നത്. അക്ബർ ട്രാവൽസ്, ബെൻസി പ്രൊഡക്ഷൻസ് ആണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം സാറിന്റെ ആദ്യത്തെ മൂവി അവർ എല്ലാം പ്ലാൻ ചെയ്ത് IPS ആയിരുന്നു. അതിൽ നിന്നാണ് DNA-യിലോട്ട് വന്നത്. അങ്ങനെ നിന്ന് സാർ എന്തായാലും പറഞ്ഞു നമ്മളെ ക്രൂവിനെയൊക്കെ പരിചയപ്പെടാം, നമുക്ക് എല്ലാവരുമായിട്ടൊന്ന് വർക്ക് ചെയ്യുമ്പോൾ അടുത്ത വർക്ക് കുറച്ചും കൂടെ ഈസി ആവും. അന്നേരം അങ്ങനെയാണ് വർക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സാർ. ശരി, ഈ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ ഇങ്ങനെ പിടിച്ചിരുത്താൻ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന്, അല്ലെങ്കിൽ അത്രമാത്രം ഒരു ക്രൈം ത്രില്ലർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? സമീപകാലത്ത് വന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആളുകളെ പേടിപ്പിക്കുന്ന ഒരു സിനിമയാണ് DNA. അങ്ങനെ പറയാൻ സാധിക്കുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും സാർ. കാരണം സാറ് പറയുന്നത് സാറിന്റെ ഒരു ടെസ്റ്റാണ്. സാറ് കുറേ വർഷത്തിന് ശേഷം സാർ ഒരു ബ്രേക്കിന് ശേഷം ചെയ്യുന്നതാണിത്. അപ്പം സാറിനെ തന്നെ സാറൊന്ന് പരീക്ഷിച്ചതാണെന്നാണ് സാറ് പറയുന്നത്. സാറ് ഭയങ്കര അപ്ഡേഷൻ ആയിരുന്നു. കാരണം എല്ലാവരും പറയുന്നു കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ആ മൂവീസൊക്കെ എടുത്തതിന് ശേഷം സാറ് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു സാറിനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സാറ് പറയുന്നത് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. സാറിനുള്ള ആ റിസൾട്ട് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. സാർ അപ്ഡേഷൻ ആയിരുന്നു. കാരണം എനിക്കൊന്നും ഇപ്പം ന്യൂ ജനറേഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും സാർ ഭയങ്കര അപ്ഡേഷനാണ്. അന്നേ അപ്ഡേഷനാണ് സാർ. അതിൻ്റെ ഗംഭീരമായിട്ട് ചെയ്യാനുള്ളത് സാർ ചെയ്തിട്ടുണ്ട്. മാക്സിമം സാറിന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുന്നതുമുണ്ട്. ഇപ്പോൾ സജന 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു സിനിമയായി DNA മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സജന എന്ന നായികയെ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ സമ്മാനിച്ചത് DNA-യിൽ കൂടിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. സാറിന്റെ അടുത്ത മൂവിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം, IPS. അതിനകത്താണ് മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. അതിന്റെ വെയിറ്റിംഗിലും കൂടെ ആണ്. ഇതൊരു പരീക്ഷണം മാത്രം. പക്ഷെ അതുവരെ എല്ലാവരും ഉൾക്കൊണ്ടെന്നാണ് ഏറ്റവും വലിയ ഭാഗ്യം. ശരി, ഈ IPS എന്നത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കണം? IPS നമ്മൾ ഓൾറെഡി ഇപ്പം അതിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 6 months കഴിഞ്ഞതിന് ശേഷം എന്തായാലും അതിന് ഉടനെ തന്നെ കാണുമെന്ന് പറഞ്ഞു സാർ. IPS-ഉം പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂവിയും കൂടെ വരുന്നുണ്ട്. ഇപ്പം ഇതിലിപ്പം എനിക്കാണ് കൺഫ്യൂസ്ഡ്. സാർ എപ്പോഴാണ് ഇത് അടുത്ത IPS തുടങ്ങുന്നത്? ആദ്യമം DNA എന്നുള്ള പ്ലാനിങ്ങേ അല്ലായിരുന്നു, IPS ആയിരുന്നു. അതിന് ശേഷമാണ് DNA. ഇപ്പോൾ DNA ഫസ്റ്റ് റണ്ണിങ്ങിലായതുകൊണ്ട് നമ്മളെല്ലാവരും പ്രേക്ഷകരുടെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ IPS എത്താൻ വേണ്ടി വെയിറ്റിംഗിലാണ് ഞങ്ങളെല്ലാവരും. ശരി, സിനിമയിൽ സജീവമാവാൻ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള പ്ലാൻ അല്ലേ? തീർച്ചയായിട്ടും. IPS-ൽ ലീഡിംഗ് റോളാണോ? എന്താണ് ലീഡായിട്ടാണ്? കുറെ സസ്പെൻസ് ഉണ്ട്. എല്ലാവരും പ്രേക്ഷകർക്കൊക്കെ പ്രതീക്ഷിക്കുന്ന ഞാൻ മാത്രമല്ല പല ആർട്ടിസ്റ്റുകളും ഭയങ്കര നമ്മളൊരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് വരുന്നത്. അത് സാറ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാറ് തന്നെ പറയട്ടെ എന്നുള്ളതാണ്. എന്തായാലും ലീഡായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു സർപ്രൈസ് ആണത്.
എന്റെ ഒരു കരിയറിന് ഭയങ്കര ചേഞ്ച് ആണത്. ഭയങ്കരമായിട്ട് തീർച്ചയായും ഈ DNA തന്നെ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ഒപ്പം തന്നെ വലിയ എപ്പോഴും മലയാള സിനിമയിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് നടന്മാരും നടിമാരും കൂടി ചേർന്നൊരു സിനിമയാണ് DNA. അപ്പൊ ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെയൊക്കെ അഭിനയിച്ചപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അതാണ് പറഞ്ഞത്, എന്റെ ഒരു ഭാഗ്യം തന്നെയാണെന്നേ പറയുന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ IPS ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ പോലും ഇത്രയും ആർട്ടിസ്റ്റുകളാണ് ഇത് എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അവരിൽ നിന്ന് കുറേ അനുഭവങ്ങൾ കിട്ടി. അവർ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് കുറേ നല്ല നല്ല ട്രെയിനിങ് തരുന്നുണ്ടായിരുന്നു. സച്ചിൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് നല്ലത് എന്ന് പറഞ്ഞ് കുറേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാറും അതേപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു കറക്റ്റായിട്ടൊരു ട്രെയിനിങ് കൊടുത്തു തന്നെയാണ് ഇതിനകത്ത് ഈ മൂവിയിൽ എല്ലാവർക്കും ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ്, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. അതെ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നടി റായി ലക്ഷ്മി മലയാളത്തിലേക്ക് തിരിച്ചെത്തുക കൂടി ചെയ്യുകയാണ് DNA യിൽ കൂടി. അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിരുന്നു? അതെ അതെ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ തമിഴിലാണ് സംസാരിക്കുന്നത്. ആദ്യം വരുമ്പോഴത്തേക്ക് എല്ലാവരും കുറേ ബ്രേക്കിന് ശേഷം എല്ലാവരും വന്ന് കാണുമ്പോൾ എല്ലാവരും മിണ്ടാനൊക്കെ പാടും. ഞാൻ പിന്നെ എല്ലാവർക്കും കയറി ചാടിക്കയറി മിണ്ടുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് പുള്ളിക്കാരി തന്നെ പറഞ്ഞു എനിക്ക് ഇവിടെ കംഫോർട്ടായിട്ട് സംസാരിക്കാൻ വേണ്ടി സച്ചിനായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഞങ്ങളുടെ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ചാടി കയറി കെട്ടിപ്പിടിച്ച് ആ ഒരു രീതിയിലാണ്. ആൾ ഭയങ്കര സിമ്പിളാണ്, നല്ല ആളാണ്, നമുക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാടയോ അങ്ങനെ ഒന്നുമില്ല. ഇത്രയും മൂവീസൊക്കെ അഭിനയിച്ച് വന്നെന്നുള്ളൊരു ജാടയോ ഇല്ലായിരുന്നു. ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് തോന്നുന്നൊരു സംശയം ഉണ്ടായിരുന്നു, എവിടെ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തത്, ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? കേരളം ഉണ്ടായിരുന്നു, പുറത്തൊക്കെ ഉണ്ട്, കുറേ സ്ഥലമുണ്ട്. അതിൽ കൂടുതലും സജനയ്ക്ക് എവിടെയായിരുന്നു? എനിക്ക് എറണാകുളം തന്നെയായിരുന്നു. എറണാകുളത്ത് കൊച്ചിയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു എന്റെ ഷൂട്ട് ഫുള്ള് വന്നിട്ടുള്ളത്. ശരി, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകന്റെ കൂടെയാണ് അഭിനയിച്ചത്. അപ്പം എങ്ങനെയായിരുന്നു, വഴക്കൊക്കെ പറഞ്ഞായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊന്ന് സാറിനോട് വർക്ക് ചെയ്തത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ മിക്കയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞ് നടന്നു പോകുമ്പോഴത്തേക്ക് അതിന് തറയിൽ വീഴുമ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കുഞ്ഞ് എണ്ണിച്ച് നടക്കാൻ ഒരു അറയ്ക്കും. രണ്ടാമത് ആ സമയത്ത് നമ്മളൊന്ന് ആശ്വസിപ്പിച്ച് മോള് അങ്ങനെയല്ല, മോൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നടത്തുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു പോകും കുഞ്ഞുങ്ങൾ. അതേ എക്സ്പീരിയൻസ് ആയിരുന്നു. സാർ ആരെയും വഴക്ക് പറയത്തില്ല, മോനെ മോളെ എന്ന് പറയുന്ന അല്ലാതെ സാറ് ചിരിച്ചു നിൽക്കുന്നതല്ലാതെ നമ്മൾ ഒരു ഡയറക്ടറിന്റെ ഒരു ഭയങ്കര ചൂട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ക്രൂ ഫുള്ള് ഞങ്ങൾക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. ചിരിയും തമാശയും സാറ് തന്നെ നമ്മളെ കൂടെ വന്നിട്ട് ഓരോ തമാശയൊക്കെ പറഞ്ഞാൽ അത്രയും സിമ്പിളാണ് സാർ. അങ്ങനെ വേണം ഡയറക്ടേഴ്സ് എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എല്ലാവരും കാണാനും ഉണ്ട് അതിനകത്ത്. ശരി, ഓക്കെ. ഈ DNA എന്ന ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ചർച്ച ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമയിലെ നായികയായ ഹന്നയോട് ഒരു ഓൺലൈൻ മീഡിയയിലെ ഒരു അവതാരിക ചോദിച്ചൊരു ചോദ്യം അതിൽ വിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമകരമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമ്മളുടെ ഫീൽഡിലല്ല, എല്ലാ ഫീൽഡിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആൾക്കാർക്ക് മാത്രമേ, എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളത്. എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാ ഫീൽഡുകളിലും ഉണ്ട്. പക്ഷെ അത് ചോദിക്കേണ്ട ഒരു ചോദ്യം അങ്ങനെ ആയിരുന്നില്ല. ഒരു പെൺകുട്ടിയുടെ മുന്നിലോട്ട് മുഖത്തോട്ട് നോക്കി ഒരു പെൺകുട്ടി തന്നെ ചോദിക്കുന്നത് ഭയങ്കരമായിട്ട് ഞങ്ങളത് തന്നെ കേട്ടപ്പം ശരിക്കും ഷോക്കായി പോയി. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ആവരുതായിരുന്നു. അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും വിഷമകരമായിരുന്നു. അത് ആ സംഭവത്തിന് ശേഷം ഹന്നയുമായി സജന സംസാരിച്ചിരുന്നു. എന്തായിരുന്നു ഹന്ന അന്ന് പ്രതികരിച്ചത്? ഹന്ന ഷോക്കായി പോയി. കാരണം നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുള്ളത് ഒട്ടും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ലല്ലോ. കാരണം നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷെ ഹന്ന പറയുന്നതിന് ഞാൻ ഷോക്കായി പോയി. കാരണം ഇത് ചോദിക്കുന്ന എന്തൊരു ചോദ്യം, നമ്മൾ ഒരു മീഡിയയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഫ്രണ്ട്സാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, ഒരു ഇത്രയും പ്രേക്ഷകർ കാണുന്ന ഒരു ചാനലിൽ വന്നിട്ട് അതും പച്ചയ്ക്ക് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരിത്. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഇങ്ങനെ ഒരു അനുഭവം ഇങ്ങനെ ഉണ്ടോ, കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. പക്ഷേ വീണ്ടും അത് വേറൊരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞിട്ട് എനിക്കൊന്ന് പുള്ളിക്കാരിയും അതിനനുസരിച്ച് റൂഡായിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പുള്ളിക്കാരി ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാതെ പോയി. ആ സിറ്റുവേഷനിൽ സജിന ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അല്ല, എനിക്കത് ഭയങ്കര, ഞാനും ഈ പറഞ്ഞ കണക്ക് ആ സമയത്ത് നമ്മൾ ആരായാലും പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ നെർവസ് ആയി പോകും. പിന്നെ ഓർക്കും നമ്മൾ പറയും ഒന്ന് പ്രതികരിക്കേണ്ടായിരുന്നു, സംസാരിക്കണം. പക്ഷെ എനിക്കൊന്ന് ഹന്ന പ്രതികരിച്ച് എറിഞ്ഞു. അഷ്കർ ആയാലും
ഞാനായാലും ശരിക്കും ഷോക്കായി പോകത്തുള്ളൂ. കാരണം നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനത്തെ ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അത് അനുഭവം ഉണ്ടോ, അത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്ന് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായിരുന്നു സംസാരം. പക്ഷെ ആ ഒരു സംഭവം അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന തരത്തിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഒരു വശത്ത് പ്രചരണം നടന്നിരുന്നു. ഇത്തരത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സിനിമകൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട് എന്ന് വിമർശനം നടക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരിക്കുമല്ലോ. അത് പക്ഷെ അതിന് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ അവർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാനായാലും ഒരിക്കലും ആരും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും അത് വേണ്ട. പ്രേക്ഷകർക്ക് കാണുമ്പം അത് ഭയങ്കര വൾഗാരിറ്റി തോന്നിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഒരിക്കലും ഒരു പ്ലാൻഡ് അല്ല, അത് പ്ലാൻഡ് ചെയ്യാൻ പറ്റിയ വാക്കുകളാണോ? അതൊരിക്കലും വാക്കുകളല്ല. അതുകൊണ്ട് ഒരിക്കലും അത് പ്ലാനിങ് അല്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് കാരണം ബാക്കിയുള്ള മീഡിയസിനും അത് ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ആങ്കേഴ്സിനായാലും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിപ്പോയി. തീർച്ചയായും എനിക്ക് തോന്നുന്നു ആ അവതാരിക കാസ്റ്റിംഗ് കൗച്ച് എന്ന വിഷയമാണ് എടുത്തിടാൻ ശ്രമിച്ചത്. പക്ഷെ അത് ചോദിച്ച ചോദ്യം, ആ ഭാഷ അത് കറക്റ്റ് അല്ല എന്നുള്ള പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. ഇപ്പം ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന വിഷയം ആദ്യമായി ഉപയോഗിച്ചത് ആ ഒരു ഓൺലൈൻ മീഡിയ അല്ല. അത് മലയാള സിനിമയിലെ വനിതാ സംഘടനകൾ അടക്കം കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളുകളാണ്. ഇപ്പം മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ഒരാളെന്ന നിലയിൽ എന്താണ് അതിനെക്കുറിച്ച് സജനയുടെ അഭിപ്രായം? ഞാൻ പറയണില്ലേ, ഇപ്പം ഈ നമ്മളുടെ മൂവിയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നമ്മൾ കേട്ടിട്ടുണ്ട് കുറേ പേര് ഇങ്ങനെ വലിയ നമ്മളെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എല്ലാ രീതിയിലും ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റ് മാത്രമല്ല അനുഭവിക്കുന്നത്, പലയിടത്തും പക്ഷെ ഞാനത് ഏതോ ഒരു മീഡിയയിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്. നമ്മൾ ഈ മൂവീസ് ആയാലും ഒരു കുഞ്ഞ് വളർന്നു വരുന്ന കണക്കാണ് ഒരു മൂവി ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്നത്. അത് വലിയ മൂവീസും വലിയ ഡയറക്ടേഴ്സുമാരും അവരൊരു കുഞ്ഞ് ജനിച്ചു വരുന്നതിന് തുല്യമാണ്. അപ്പം അങ്ങനെ മൂവി മാത്രം അത്രയും നല്ല രീതിയിൽ നോക്കുന്ന ഒരു വ്യക്തികൾ ഒരിക്കലും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കത്തില്ലെന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഈ കുഞ്ഞു മൂവി സ്റ്റാർട്ടേഴ്സ് തുടങ്ങുന്ന ആൾക്കാർ, ഇതിനു വേണ്ടി മേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ മൂവിയിലൊന്നും തലവെക്കലേ ഇനിയുള്ള പിള്ളേർക്കായാലും ഞാൻ പറയുന്നത് തന്നെ അങ്ങനെ ഒന്നും പോയി തല വെക്കാതിരിക്കുന്നത്. അതൊരു ഒരിക്കലും നല്ല മൂവി അത് സക്സസ് ആവത്തുമില്ല. ആ മൂവി അങ്ങോട്ട് അവരൊക്കെ ഇതിൻ്റെ ഉദ്ദേശത്തിലായിരിക്കും. പക്ഷേ ഇത്രയും ഇത്രയും വലിയ ഫേമസ് ഡയറക്ടേഴ്സ്മാരും നമ്മൾ അത്രയും നല്ല മൂവീസ് നമ്മൾ മുന്നിലോട്ട് തരുന്ന കുറേ ഡയറക്ടേഴ്സ്, അവരെല്ലാവരും അവരുടെ മൂവി മാത്രമാണ് അവരുടെ അംബീഷൻ. അല്ലാതെ ഒരിക്കലും വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലയെന്നല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം, നല്ലത് ഏതാ ചീത്ത ഏതാന്നുള്ളത്. എന്താണ് ഓക്കെ. ഈ സജന സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റായ ഒരാളാണ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ സജന എന്ന് അടിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും. അതിനൊപ്പം ഏറ്റവും കൂടുതൽ സജന എനിക്ക് തോന്നുന്നു ഫേമസ് ആക്കിയത് ഏഷ്യാനെറ്റിലെ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയാണ്. ഇപ്പോഴും സജന എന്ന് പറയുമ്പോൾ അന്ന് ബിഗ് ബോസിൽ പോയ ആള് എന്നാണ് ആളുകൾ എപ്പോഴും പറയുക, അല്ലേ? ബിഗ് ബോസ് ഫെയിം എന്ന് തന്നെ പറയാനും പറ്റും. അതെ. അപ്പൊ ഈ 6ാം സീസണിനെ വിലയിരുത്തിയിരുന്നോ? നല്ലതായിരുന്നു. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ മീഡിയയിലും പറഞ്ഞു. എല്ലാവരും എന്നോട് ചോദിക്കുന്ന വിന്നർ ഇന്നതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നമ്മൾ നോക്കും ഇങ്ങനെയാണ് ഇത് ഗെയിം വൈസ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ജാസ്മിൻ കളിച്ചത് ഒരു ഗെയിം ഷോ ആണ്. അപ്പൊ ഗെയിമിൽ നോക്കുമ്പം ജാസ്മിൻ നല്ല രീതിയിൽ ഒരു ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഗെയിമിനെക്കാട്ടിലും ഉപരി അതിനകത്ത് പുള്ളിക്കാരിക്ക് ഏറ്റത് ആ ഒരു ലവ് ട്രാക്ക് പിടിച്ചതായിരുന്നു. അല്ലെങ്കിൽ ജിൻഡോ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാമിലി, എനിക്ക് തോന്നുന്നു ജിൻഡോ ചേട്ടനായാലും എല്ലാവരുടെയും മനസ്സിലോട്ട് കയറാൻ നമ്മളൊരു ഫാമിലി, നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പം ജിൻഡോ ചേട്ടനും ജാസ്മിനായിരുന്നു അവിടെ തന്നെ ഗെയിം സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ജാസ്മിന് വന്നൊരു നെഗറ്റീവ് അതാണ്. അതെ, അതിലൊരു ഇത്തിരി അത് പുള്ളിക്കാരി ചെയ്ത ഗെയിം അല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ, നമ്മളൊരു ഫോണില്ല, നമ്മളെ ഫാമിലി ഇല്ല, നമ്മൾ ഈ പറയുന്നത് കണക്ക് ഒരാഴ്ച 2 ആഴ്ച നമ്മൾ ക്യാമറ ഉണ്ടെന്നുള്ളൊരു രീതി തന്നെയായിരിക്കും നമ്മൾ നിൽക്കുന്നത്. 3ാമത്തെ ആഴ്ച നമ്മളിത് മറന്നു പോകും. നമ്മൾ കറക്റ്റ് ക്യാരക്ടർ അതിനകത്ത് വന്നു പോകും. അതിനകത്ത് ആർക്കും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് ഓരോരുത്തർ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒന്നും എൻ്റെ അനുഭവത്തിലില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കിയെടുത്ത് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഉണ്ടായാൽ പോലും അവർ കൊണ്ടുവരുന്നത് ഒരു റൂമിലോട്ട് കൊണ്ടുവരുത്തി മാസ്ക് ഒക്കെ വെച്ച് നമുക്ക് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഇതായിട്ട് പ്രൊട്ടക്ഷനായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഞാനത് ചോദിക്കാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ ആദ്യം കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറഞ്ഞു. സമീപകാലത്ത് ഈ ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് കാസ്റ്റിംഗ് കൗച്ച് ആരോപണങ്ങൾ വലിയ രീതിയിൽ വന്നത് സ്വാഭാവികമായും സജനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതും ലേഡി മത്സരാർത്ഥികൾ ആ ഷോയിലേക്ക് എൻട്രി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചാനൽ ബേസ് എല്ലാവരെയും എനിക്ക് പേഴ്സണലി അറിയാവുന്ന, ഇവരെന്നും ഒരിക്കലും ചാനലായ എൻ്റെ മോൾ ടീമുകാരായാലും ഇവരൊക്കെ നമ്മളെ കാണുന്നത് ഒരു പെങ്ങൾ, അവർക്ക് സംസാരിക്കാൻ പോലും നമ്മില്ല. കാരണം അവരുടെ വർക്ക് അവരുടെ കാര്യങ്ങളാണ് നോക്കി നടക്കുന്നത്. എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല, നമ്മളൊരു ഇതിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് വന്ന് പറഞ്ഞത് ഇങ്ങനൊരു കുട്ടിക്ക് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, അത് ആരാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ആരാണെന്ന് വന്ന് പറഞ്ഞാലേ ഇത് മീഡിയയിലോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ബാധിക്കും. കാരണം നമ്മളെല്ലാവരും അതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ അപ്പോഴും അങ്ങനെ ഉണ്ട് എന്ന് സമ്മതിക്കുവാണോ? അല്ല ഉണ്ടെന്നല്ല ഞാൻ അതാ പറഞ്ഞത്. ഇപ്പം എൻ്റെ വഴി വരും, എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട് ബിഗ് ബോസിൽ എങ്ങനെ കയറാൻ പറ്റും. അപ്പം നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, ഇന്നത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട്, കണക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഈ വരുന്ന ആള്, ഇപ്പം ഞാനൊരാണാണെങ്കിൽ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെടുത്ത് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. അതായത് നിങ്ങൾ ഇവിടെ നടക്കുന്ന അവർ 2-3 സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ പോലും അറിയുന്നില്ലായിരിക്കും. ഈ കണക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, എനിക്കറിയില്ല. ചാനൽ ബേസ് ആണെങ്കിൽ ഒരിക്കലും അവരങ്ങനെ കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അത്രയും മേളിൽ നിൽക്കുന്ന ആൾക്കാർ അവരൊക്കെ, അവർക്ക് നമ്മൾ പോലും അല്ലെങ്കിൽ നമ്മളടുത്ത് പോലും ഭയങ്കര ബഹുമാനത്തോടെ നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും ആവത്തില്ല. അത് എനിക്കറിയില്ല, എൻ്റെ അനുഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഫിറോസൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ എനിക്ക് ഇതുവരെ ഞാൻ പറഞ്ഞില്ല, ഫിറോസൊക്കെ ഉള്ളത് വരെ എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല. അപ്പം അതിന്റെ ഒരു ആയിരിക്കും, ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഇതുവരെയായിട്ടും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തോടെ ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തീർച്ചയായും അതാണ്, നമുക്ക് ഓരോരുത്തരും കാര്യങ്ങളല്ലേ പറയാൻ പറ്റും. അതെ, അനുഭവത്തിനോടല്ലേ പറയാൻ പറ്റും. ഇനി ഒരു തവണയും കൂടെ ആ റിയാലിറ്റി ഷോയിലേക്ക് വിളിച്ചാൽ പോകുമോ? ഉറപ്പായിട്ടും പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കുറേയൊക്കെ പഠിക്കാൻ പറ്റും നമുക്ക് അതിനകത്ത്. ഒന്നുമില്ല, നമ്മൾ ആക്ട് ചെയ്യാതെ നമ്മളായിട്ടൊന്ന് നിന്ന് നോക്കിയേ, പൊളിയായിരിക്കും അത്. ശരി, ഈ IPS അല്ലാതെ ഇനി വരാൻ പോകുന്ന പുതിയ പ്രൊജക്ടുകൾ ഏതാണ്? എന്തായാലും സിനിമയിൽ ഇനി ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു മുഖമാണല്ലോ. അതെ. തമിഴ് മൂവീസ് വരുന്നുണ്ട്. ഇതേപോലെ സ്റ്റോറീസ് കേട്ടോണ്ടിരിക്കുകയാണ്. ബെറ്റർ ഏതാണ് നോക്കിയതിന് ശേഷം വർക്ക് എടുക്കത്തുള്ളൂ. ഇപ്പം എന്തായാലും സാറിൻ്റെ IPS ഞാൻ കമ്മിറ്റഡ് ആയതുകൊണ്ട് സാറ് പറഞ്ഞിട്ടുണ്ട് നമുക്കത് വർക്ക് നല്ലത് വരുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. കാരണം ഇതിന് ബാധിക്കാത്ത രീതിയിൽ അതിൻ്റെ ഒരു കരിയർ ചേഞ്ച് ആണ് വരുന്നത് IPS എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു കട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ ഏഷ്യാനെറ്റിൽ ഞാൻ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട് നായികയായിട്ട്, അത് ചെയ്യുന്നുണ്ട്. തമിഴും ഒരു സീരിയലിൽ കമ്മിറ്റഡ് ആവുന്നുണ്ട്. ഇപ്പം സീരിയലും സിനിമയായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. മെയിൻ സിനിമയാണ്. ഈ സീരിയലുകളിൽ കൂടുതലായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ സിനിമയിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് പണ്ടോട്ടൊരു വിമർശനമുണ്ട്. അപ്പൊ അങ്ങനെയല്ല എന്നാണോ? അങ്ങനെയല്ല. നമ്മൾ എത്രയോ ആർട്ടിസ്റ്റുകൾ സീരിയലിൽ നിന്ന് തന്നെ നായികയായിട്ട് വരെ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും ഒരിക്കലും. പിന്നെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡേറ്റ് പ്രോബ്ലം വരും. കാരണം നമുക്ക് സീരിയലിന് വരുന്നത് 1 to 15, 15 to 13 അങ്ങനെയാണ് ഷൂട്ട് സ്കെഡ്യൂൾ വരുന്നത്. അപ്പോൾ ഈ ഡേറ്റിന് പറ്റുന്ന സമയത്ത് ലീഡിങ് ക്യാരക്ടർ ചെയ്യുമ്പം ആ മൂവിയിൽ വിളിക്കുന്ന ടൈമിൽ ഒരു 10-45 ദിവസം 50 ദിവസം ഒക്കെ ആയിരിക്കും ചിലപ്പം ലീഡ് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ആ മെയിൻ ക്യാരക്ടർ അങ്ങോട്ട് പോയി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞാൻ ചാനലുമായിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല എന്നുള്ളത് അവരും നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ TS സുരേഷ് ബാബു എന്ന സംവിധായകൻ നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും ചെറിയൊരു കാര്യം എന്താണ്? ക്ഷമ. സീരിയസ്ലി സാറിന്റെ കണക്ക് ക്ഷമ എന്ന് പറയുന്നത്, സാറ് വഴക്ക് പറയേണ്ടടുത്തും ക്ഷമിച്ച് ഭയങ്കര ചിരിച്ചാണ് നിൽക്കുന്നത്. അത് സാറിന്റെ ഭയങ്കര കോളി. സാറിന് മാത്രമേ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ക്രൗഡ്, ഇത്രയും ക്രൂ, അല്ലെങ്കിൽ ഇത്രയും നമ്മളുടെ ആർട്ടിസ്റ്റുകളെ, അതും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. അപ്പം അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സാറിൻ്റെ രീതിയിൽ എത്തിക്കാതെ സാറ് അത് ചിരിച്ച് കൂളായിട്ട് കൊണ്ടുപോകുന്നുള്ളത് ഭയങ്കര കഴിവാണ്. സാറിൻ്റെ ക്ഷമ തന്നെയാണത്. ശരി, അപ്പൊ എന്തായാലും എല്ലാം തികഞ്ഞൊരു ലക്ഷണമൊത്തൊരു ക്രൈം ത്രില്ലർ കാണണമെങ്കിൽ നേരെ തിയേറ്ററിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾ മിസ്സാക്കരുതെന്ന് തന്നെ പറയുന്നത്. തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയുന്ന DNA. സാറിന്റെ കുറെ ബ്രേക്കിന് ശേഷമുള്ള സാറിന്റെ ഒരു മൂവി, നമ്മളെല്ലാവരും കോട്ടയം കുഞ്ഞച്ചൻ കഴിഞ്ഞതിന് ശേഷം സാറിന്റെ ഒരു മൂവി എന്ന് പറയുന്നത് DNA തന്നെയാണ്. അതെന്തായാലും പോയി സപ്പോർട്ട് ചെയ്ത് സാറിന് ഇങ്ങനെ ഒരു നല്ലൊരു വലിയൊരു ഡയറക്ടറിന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സാറിനെ തിരിച്ച് നമുക്ക് നല്ല മൂവീസിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ശരി, അപ്പൊ എന്തായാലും സജന വളരെയധികം നന്ദി. ഞങ്ങൾക്കൊപ്പം ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയതിന് DNA-യുടെ വിശേഷങ്ങളൊപ്പം സജനയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ ഞങ്ങൾ എപ്പോഴും കാണുന്ന മുഖമായി മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വളരെ നന്ദി അതിഥിയായി എത്തിയതിന്. താങ്ക് യു സോ മച്ച്. സജന നൂറാണ് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയത്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.